വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തും അല്ലാഹുവാണ് അവതരിപ്പിച്ചത് എന്നതിൽ സംശയമില്ല. എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു തുടക്കം കൊണ്ട് തുടങ്ങുന്നത് അത് സൂറത്തുൻ നൂർ മാത്രമാണ്. സൂറത്തുൻ അൻസൽനാഹാ വഫറദ്നാഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സൂറത്തുൻ അൻസൽനാഹാ, നമ്മളാണ് ഈ അധ്യായത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. വഫറദ്നാഹാ, ഈ സൂറത്തിൽ പറഞ്ഞ വിധികൾ നിയമനിർമ്മാണം നടത്തിയതും നമ്മളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു പ്രയോഗം നമ്മൾ മനസ്സിലാക്കി. ഈ സൂറത്ത് ഇറക്കിയത് നമ്മളാണ്. ഇതിൽ പറയാൻ പോകുന്ന ഓരോ വിധികളും നിയമനിർമ്മാണം നടത്തിയതും നമ്മളാണ്. പിന്നെ പറയുന്നത് വഅൻസൽനാ ഫീഹാ ആയാത്തിൻ ബയ്യിനാത്ത്, സുവ്യക്തമായ പാഠങ്ങൾ ഇതിൽ അവതരിപ്പിച്ചതും നമ്മളാണ്. ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും വ്യക്തമാണ്. ഈ പാഠങ്ങൾ അവതരിപ്പിച്ചതും ഞാനാണ്. ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ ഉത്ബുദ്ധരാകാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് ഉപദേശം സിദ്ധിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സൂറത്തുൽ ബഖറ അവതരിപ്പിച്ചത്, സൂറത്തുൽ ഫാത്തിഹ അവതരിപ്പിച്ചത്, സൂറത്തുൽ നിസാ അവതരിപ്പിച്ചത്. അങ്ങനെ തുടങ്ങിയ ഖുർആനിലെ എല്ലാ സൂറത്തുകളും അല്ലാഹു തന്നെയാണ് അവതരിപ്പിച്ചത്. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് സൂറത്തുൻ അൻസൽനാഹാ, ഈ സൂറത്ത് നമ്മളാണ് അവതരിപ്പിച്ചത്. മറ്റു സൂറത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം വിധികൾ പറയുന്നുണ്ട്. സൂറത്തുൻ നിസായിൽ ധാരാളം വിധികൾ പറയുന്നുണ്ട്. മറ്റു 113 അധ്യായങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം മസ്അലകളും ധാരാളം ഹുക്മുകളും പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിൽ പ്രത്യേകമായി എടുത്തു പറയുന്നു വഫറദ്നാഹാ, ഈ സൂറത്തുകളിലുള്ള വിധികൾ നമ്മളാണ് അവതരിപ്പിക്കുന്നത്. ഈ സൂറത്തിലെ ഓരോ വിധികളും നിയമനിർമ്മാണം നടത്തിയത് ഞാനാണ്. പിന്നെയോ മറ്റുള്ള സൂറത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെല്ലാം സുവ്യക്തമായ പാഠങ്ങളായിരിക്കെ ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ് വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാത്ത്, സുവ്യക്തമായ പാഠങ്ങളാണ് നമ്മൾ ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ അർത്ഥം മറ്റു സൂറത്തുകൾ അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ളതല്ല എന്നല്ല. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു സൂറത്തുകളിൽ അല്ലാഹു വ്യക്തമായി അവതരിപ്പിച്ച കാര്യങ്ങൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല എന്നില്ല. പിന്നെ എന്തിനാണ് അല്ലാഹു 3 കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു പറഞ്ഞതിന്റെ താല്പര്യം? എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ പറഞ്ഞത്? അല്ലാഹു ഞാനാണ് അവതരിപ്പിച്ചത്, നമ്മളാണ് ഇതിന്റെ നിയമങ്ങൾ നിർബന്ധമാക്കിയത്, ഫർളാക്കിയത്. നമ്മളാണ് ഈ സൂറത്തിൽ സുവ്യക്തമായ പാഠങ്ങൾ, അവ്യക്തമല്ലാത്ത പാഠങ്ങൾ ഇതിൽ ചേർത്തത് ഞാനാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ താല്പര്യം ഈ സൂറത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിനെ പ്രത്യേകം പരിഗണിക്കണമെന്ന് പഠിപ്പിക്കാനാണെന്ന്